പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയതിന് ശേഷം തൊട്ടടുത്ത ദിവസം അത് കുറേ ഉപയോഗിക്കണം, അത് നമ്മളിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തും എന്നൊക്കെ വിചാരിച്ച് രാവിലെ തന്നെ എക്സൈറ്റഡ് ആയിട്ട് എഴുന്നേൽക്കുന്നത് ഒരു പ്രത്യേക ഫീലാണ്. Hi there. It's currently 6 a.m. with a current temperature of -10 degrees Celsius. Today's low is -13 degrees and the high is -7 degrees. Today's weather shows clear skies. Have a great day. ഇന്ന് എനിക്ക് അതുപോലത്തെ ഒരു ദിവസമാണ്. S25 Ultra വാങ്ങിയതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ഒരു ഓഫ് ഡേ ആണ് ഇന്ന്. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ഇതിൻ്റെ ലോക്ക് സ്ക്രീൻ, ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആണെങ്കിലും ഫേസ് ഐ ഡി ആണെങ്കിലും സൂപ്പർ ഫാസ്റ്റ് ആണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും ആസ് ആൻ ആപ്പിൾ യൂസർ ഇതെല്ലാം ഒരു പുതുമയായിട്ടാണ് എനിക്ക് തോന്നിയത്. സാധാരണ ഞാൻ രാവിലെ എണീറ്റ് ഫോണിൽ ആദ്യം തന്നെ നോക്കുന്നത് നോട്ടിഫിക്കേഷൻസ് ആണ്. യൂഷ്വലി ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ആണെങ്കിലും ഒക്കെ ഉറങ്ങുന്നതിന് മുന്നെയാണ് അപ്ലോഡ് ചെയ്യാറ്. കാരണം ഇവിടെ രാത്രിയാകുമ്പോൾ നാട്ടിൽ രാവിലെ ആയിരിക്കും, അപ്പോഴാണ് കൂടുതൽ ആൾക്കാർ ലൈവായിട്ടുള്ളത്. സോ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് ഫോൺ നോക്കാനായിട്ട് എനിക്ക് കുറച്ചും കൂടി എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും, പ്രത്യേകിച്ച് നിങ്ങളുടെ കമൻസും മെസ്സേജസും ഒക്കെ വായിക്കാനായിട്ട്. ഈ വീഡിയോയും അതുപോലെ തന്നെ ആയിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സൈറ്റിംഗ് മെസ്സേജസോ കമൻസോ ഒക്കെ ഉണ്ടെങ്കിൽ യാതൊരുവിധ മടിയും കാണിക്കേണ്ട, ചെയ്തോളൂ. ഫോർ മൈ ഹാപ്പിനെസ്. സോ ഈ ഫോൺ എൻ്റെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ ചലഞ്ച് ഞാൻ എൻ്റെ ചലഞ്ചിൽ കയറിയപ്പോൾ തന്നെ കിട്ടി. കാരണം ഇതിൻ്റെ അകത്ത് മാക്സേഫ് ഇല്ല, ഇൻബിൽറ്റ് ആയിട്ടുള്ള മാക്സേഫ് ഇല്ല. എൻ്റെ കാറിൽ ഫോൺ ഇവിടെ വെക്കണം എന്നുണ്ടെങ്കിൽ മാക്സേഫ് വേണം, എന്നാൽ മാത്രമേ ഇത് ഫിറ്റ് ആവുള്ളൂ. ഇതൊരു ഓൾഡ് 2010 മോഡൽ ചലഞ്ചറാണ്. സോ ഇതിനകത്ത് അധികം ടെക് കാര്യങ്ങളായിട്ടൊന്നുമില്ല, ബേസിക് കാര്യങ്ങളേ ഉള്ളൂ, പഴയ മോഡലല്ലേ. സോ ഞാൻ ഈ ഒരു മാഗ്നറ്റിക് സ്റ്റാൻഡിലാണ് എൻ്റെ ഐഫോണൊക്കെ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഫോൺ എന്തായാലും ഇതിൽ വെക്കാനായിട്ട് പറ്റില്ല, നമുക്ക് കവറിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ യൂസ് ചെയ്യണം. സോ കവർ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഈ ഒരു ഫോൺ ഡെയിലി ലൈഫിൽ വണ്ടിയിൽ പോകുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇതുപോലെ ഒരു മാക്സേഫ് ഉള്ള കേസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. പക്ഷേ എന്നെപ്പോലെ കേസ് ഇല്ലാതെ ഫോൺ യൂസ് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് കുറച്ച് പാടായിരിക്കും. ഇൻബിൽറ്റ് മാക്സേഫ് ഇല്ല, ഇൻബിൽറ്റ് മാഗ്നറ്റ് ഇല്ല. വയർലെസ് ചാർജിങ് ഒക്കെ ഉണ്ടെങ്കിലും മാക്സേഫ് ചാർജിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ലൈക്ക് ഐഫോണിലുള്ള പോലെ. ഐഫോണിലാണെങ്കിൽ കേസിൻ്റെ ആവശ്യമൊന്നുമില്ല, നേരെ അങ്ങ് ഫിറ്റ് ചെയ്താൽ മതി, സംഭവം സെറ്റായിട്ടിരുന്നോളും. ഭയങ്കര പവർഫുൾ മാഗ്നറ്റുമാണ് ഇത്, അങ്ങനെ ഇങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല. ഇന്ന് ചെറുതായിട്ട് മഞ്ഞ് കാണിക്കുന്നുണ്ട്, രാവിലെ മാത്രമേ ഉള്ളൂ. ഉച്ച കഴിഞ്ഞിട്ട് ക്ലിയർ സ്കൈ ആണ്. അതുകൊണ്ട് രാവിലത്തെ ഷൂട്ടിൽ സ്നോയിങ് കിട്ടും, വൈകിട്ടത്തെ ഷൂട്ടിൽ അത്യാവശ്യം നല്ല വെതറിൽ ഷൂട്ട് ചെയ്യാനും പറ്റുമെന്ന് തോന്നുന്നു. സോ ഗായ്സ്, നമ്മൾ ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എ ഡേ ഇൻ മൈ ലൈഫ് വിത്ത് S25 Ultra. സോ ഗായ്സ്, ഇന്ന് ഞാനങ്ങനെ വലിയ പരിപാടിയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മളിവിടെ ഒരു ഫോട്ടോഷൂട്ടിന് പോകുന്നുണ്ട്, നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ വരുന്നുണ്ട് ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിക്കാരുടെ കൂടെ ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് S25 Ultra'യിൽ എടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡൗൺ ടൗണിലൊന്ന് പോകണം. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല, ചുമ്മാ ഫോൺ ടെസ്റ്റ് ചെയ്യാനായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ടുമാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഒരു 20-25 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് നമ്മളിപ്പോൾ പോകുന്ന ലൊക്കേഷനിലേക്ക്. അവിടെ പോയി പുള്ളിക്കാരിനെ മീറ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് വരാം. മെയിൻലി പോർട്രേറ്റ് ഫോട്ടോസാണ് പുള്ളിക്കാരിനെ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള മോഡ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡൗൺ ടൗണിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. സോ മെയിൻലി ഇന്ന് ഞാൻ ക്യാമറ ടെസ്റ്റ് ചെയ്യാനായിട്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് സ്റ്റൈൽ വീഡിയോ ആണ് ചെയ്യുന്നത്. സാധാരണ ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് ജോലി സമയത്ത് അധികം ഫോൺ അങ്ങനെ യൂസ് ചെയ്യാറില്ല. സോ ഇന്നാണ് ഞാൻ ശരിക്കും എൻ്റെ ഒരു ഹാപ്പി ഡേയിൽ ഫോൺ യൂസ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ഈ ഫോൺ വർക്കൗട്ട് ആവാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കി കാണാം. ഞാൻ യൂഷ്വലി ആപ്പിൾ മാപ്പാണ് യൂസ് ചെയ്യാറ്. ഞാൻ വണ്ടി എടുത്ത സമയം തൊട്ട് ആപ്പിൾ മാപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് എനിക്കതാണ് കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കൂട്ടുകാരും യൂസ് ചെയ്യുന്ന ഗൂഗിൾ മാപ്പാണ്. എനിക്ക് തോന്നുന്നത് അതാണ് കൂടുതൽ ആക്യുറേറ്റ് എന്ന് തോന്നുന്നു.
പോകുന്ന വഴിക്ക് ചായ കുടിച്ചെല്ലാം കൊടുത്തിട്ട് ടിമ്മിൻ്റെ ഡ്രൈവ് ത്രൂവിലും കയറി. Hi, can I get one medium double? Sorry? Yeah. ഞാനിപ്പോൾ ഇവിടെ പുള്ളിക്കാരുടെ വീട്ടിലെത്താറായിട്ടുണ്ട്. ഒരു മെസ്സേജ് അയച്ചേക്കാം എത്താറായെന്ന് പറഞ്ഞിട്ട്. അവിടെ തന്നെ തൊട്ടടുത്തുള്ളൊരു പാർക്കിലാണ് ഞങ്ങൾ ഷൂട്ടിന് പോയത്. ആ സമയത്ത് നല്ല സ്നോ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ബ്യൂട്ടി ഫോട്ടോസിന് കിട്ടും എന്ന് എനിക്ക് മനസ്സിലായി. അത്യാവശ്യം നല്ല കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് കിട്ടി. പുള്ളിക്കാരി ഹാപ്പി ആയിരുന്നു, ഞാനും ഹാപ്പിയാണ്. സാധാരണ ഡേയ്സിലൊക്കെ ആണെങ്കിൽ ഫോണിൻ്റെ ചാർജ് അങ്ങനെ ഡ്രെയിൻ ആവുന്നൊരു ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ സാധാരണ യൂസ് അല്ല ചെയ്യാൻ പോകുന്നത്. നമ്മൾ കൂടുതൽ സമയവും ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്, മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. സ്ക്രീൻ ഓൾമോസ്റ്റ് എവറി ടൈം ഓൺ ആയിരിക്കും പീക്ക് ബ്രൈറ്റ്നെസ്സിൽ. സോ എനിക്ക് തോന്നുന്നു ഇന്ന് കുറച്ചും കൂടി എളുപ്പത്തിൽ ചാർജ് ഡ്രെയിൻ ആവും. കാരണം ഇപ്പം തന്നെ 80% ആയി. രാവിലെ എണീറ്റപ്പോൾ ഫുൾ ചാർജിൽ ചെയ്തതാണ്. ഒരു 6 മണി ആയപ്പോഴത്തേക്ക് എണീറ്റില്ലായിരുന്നു. 6 മണി 6:30 ആയപ്പോഴത്തേക്ക് എണീറ്റു. കുറച്ച് നേരം ഫോണിലൊക്കെ സ്ക്രോൾ ചെയ്തു. പിന്നെ ഇത്രയും നേരം മാപ്പ് ഇട്ടു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു 80% ആയിട്ടുണ്ട് ഫോണിൻ്റെ ചാർജ്. സോ നമ്മൾ രാവിലത്തെ ഒരു സെറ്റ് ഫോട്ടോ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ വീണ്ടും ഡൗൺ ടൗണിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് നല്ല സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു ഫോൺ വെച്ചിട്ട്. സോഫാർ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട് ഇതിൻ്റെ അകത്തെ ക്യാമറയും കാര്യങ്ങളെല്ലാം. ഇപ്പോൾ ഡൗൺ ടൗൺ ആണ് ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫും റാൻഡമായിട്ട് കുറേ സാധനങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാനുള്ളത് നെയ്തൻ ഫിലിപ്പ് സ്ക്വയറിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ ഇപ്പോൾ ആൾക്കാർ സ്കേറ്റൊക്കെ ചെയ്യുന്നുണ്ട്. സ്കേറ്റിംഗ് റിങ് ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ എടുത്ത് നോക്കാം. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വെതർ അത്യാവശ്യം നല്ലതാണ്. അത്യാവശ്യം ബ്രൈറ്റുമാണ്. അതുപോലെ തന്നെ ചെറിയ തണുപ്പുമുണ്ട്. കാറ്റ് വരുമ്പോഴാണ് തണുപ്പ് വരുന്നത്. അതർവൈസ് ഇറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാരുടെ സ്കേറ്റ് ചെയ്യണം, കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് നോക്കാം. ഷൂട്ടിൻ്റെ ഇടയിൽ എനിക്ക് വിശക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ മെക്ഡിയിൽ കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ ഇവിടെ മെക്ഡിയിൽ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്തിട്ട് വന്നതാണ്. ഭയങ്കര വിശപ്പ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് S25 അൾട്രയിൽ ചെറുതായിട്ടൊരു ഫുഡ് ഫോട്ടോഗ്രാഫി ട്രൈ ചെയ്യാം. ഞാനൊരു ബർഗറാണ് വാങ്ങിച്ചിട്ടുള്ളത്. ബർഗർ നമുക്ക് ഈ ബോക്സിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കാം. 2 ക്ലിക്ക് എടുക്കാനായിട്ടുള്ള സാധനമുള്ളൂ. അത്ര ഭംഗിയുള്ള ബർഗറൊന്നും ആയിട്ട് തോന്നുന്നില്ല. ഇതിൽ ഫുഡ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു മോഡുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് നോക്കാം. നമുക്കിത് കഴിച്ചിട്ട് ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. ഞാനൊരു കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് മുടി വെട്ടാനായിട്ട് പോകും. മുടി വെട്ടാൻ പോയാൽ കൊള്ളാനുണ്ട്.
സ്ട്രോ എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഞാൻ സ്ട്രോയും കൂടി എടുത്തിട്ട് വന്നിട്ട് കഴിക്കാൻ. എനിക്കാണെങ്കിൽ ഇതുപോലെയൊക്കെ ഇരുന്ന് വ്ളോഗ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ. ഒരു ടെസ്റ്റിംഗ് പോലെ ചെയ്തതാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാംസങ് S25 അൾട്രയുടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പുറത്തൊക്കെ വന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ വരുന്ന വഴി എടുത്തായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് പോർട്രേറ്റ് ഫോട്ടോസ് രാവിലെ എടുത്തതും. അപ്പോൾ അതെല്ലാം നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ചൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ എങ്ങനെയുണ്ട് നോക്കാം. അത്യാവശ്യം കുറച്ച് നല്ല ഫോട്ടോസ് ഇന്ന് രാവിലെ നല്ല മഞ്ഞത്ത് കിട്ടിയിട്ടുണ്ട് രേഷ്മയുടെ. അപ്പോൾ അത് നമുക്കൊന്ന് മിനിക്ക് നോക്കാം. അതിൻ്റെ അത് ലൈറ്റ് റൂമും ഈ ഒരു പെന്നും വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സൂപ്പറാണ്, ഒന്നും പറയാനില്ല. ഭയങ്കര കംഫർട്ടബിളാണ് ഇത് എഡിറ്റ് ചെയ്യാനായിട്ട്. ഫോട്ടോസ് എനിക്ക് 2-3 ഫോട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിലൊരു ഫോട്ടോ നമുക്കിപ്പോൾ എടുത്ത് എഡിറ്റ് ചെയ്യാം, പോർട്രേറ്റിൽ. ബാഗ് പോയത് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അത് തപ്പി ഇറങ്ങി. ഇതിൻ്റെ സ്റ്റോറി ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം പറയാം. ഇപ്പോൾ ലെറ്റ്സ് കണ്ടിന്യൂ ദ ഡേ. ഇന്നിപ്പോൾ ഞാൻ മുടി വെട്ടാനായിട്ടുള്ളൊരു അപ്പോയിൻമെൻറ്റും കൂടി ഇതിൻ്റെ ഇടയിൽ എടുത്തായിരുന്നു. സോ അതിന് എന്തായാലും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും പോയി മുടി വെട്ടിയിട്ട് വരാമെന്ന് ഓർത്തു. ഇന്ന് കുറച്ചധികം ഞാൻ ടെൻഷൻ അടിച്ചു, കാരണം എൻ്റെ കയ്യിൽ നിന്ന് ആ ബാഗ് പോയപ്പോൾ. സോ കുഴപ്പമില്ല, മുടി എന്തായാലും വെട്ടിയേക്കാം. മുടി ആകെ അലമ്പായിട്ടിരിക്കുക. സോ ഒന്ന് പറ്റ വെട്ടി സെറ്റാക്കി. ഇപ്പം ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ ഒരു സംഭവം നിർത്താണ്. മുടിയൊക്കെ വെട്ടി കുറച്ച് നൈറ്റ് മോഡും കൂടി എടുത്തിട്ട് ഞാൻ വീട്ടിൽ പോവാണ്. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് റൂമിൽ ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. സോ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി പോയിന്ന്. കാരണം ഞാൻ ഈ ഫോണിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അതിനിടയിൽ എൻ്റെ ക്യാമറ ബാഗ് നഷ്ടപ്പെട്ടു. അത് ഞാൻ കണ്ടുപിടിച്ചു. അതെങ്ങനെ കണ്ടുപിടിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ബാഗ് പോയിന്ന് മനസ്സിലായപ്പോൾ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചായിരുന്നു. പോലീസ് പറഞ്ഞത് ഇതൊരു എമർജൻസി ഇഷ്യൂ അല്ല, അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ വരാൻ പറ്റില്ല എന്നാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു. പക്ഷേ ആ സമയത്ത് തന്നെ ഞാൻ നോക്കിയില്ലായിരുന്നെങ്കിൽ കിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫോൺ, ഒരു ഐഫോൺ ആ ബാഗിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഐഫോണിൻ്റെ ലൊക്കേഷൻ ഫൈൻഡ് മൈ ആപ്പ് വെച്ചിട്ട് കണ്ടുപിടിച്ച് അതിൻ്റെ പുറകെ പോകാനായിട്ട് നോക്കി. അപ്പോൾ ഒരു പോയിന്റിലെത്തിയപ്പോൾ നമ്മൾ ലൊക്കേഷനായിട്ട് മീറ്റ് ആവുന്നുണ്ടല്ലോ, ഞാനുള്ള ലൊക്കേഷനിൽ തന്നെയാണ് ഫോണും ഉള്ളത്. അപ്പോൾ ഞാൻ ചുറ്റിനൊക്കെ നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. ഒരു ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ പിന്നെയാണ് ഞാനത് മനസ്സിലാക്കിയത്, താഴെ കൂടിയ സബ്വേ പോണേ. അപ്പോൾ താഴെ അണ്ടർഗ്രൗണ്ടിലായിരിക്കും അവൻ ഉണ്ടാവുകയെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ പോയി. അപ്പോഴത്തേക്കും അവൻ സബ്വേ ഇറങ്ങി പുറത്തേക്ക് വന്നു. അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കൺവീനിയൻസ് സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നെ കണ്ട് മനസ്സിലായിട്ടാന്ന് തോന്നണു. പെട്ടെന്ന് തന്നെ അവൻ ഓടി കൺവീനിയൻസ് സ്റ്റോറിലേക്ക് കയറി. അപ്പോൾ ഞാൻ കണ്ടു, ആ ബാഗ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ ബാഗാണല്ലോ, ഇവൻ തന്നെയാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ആ കൺവീനിയൻസ് സ്റ്റോറിലേക്ക് ചെന്നിട്ട് അവിടുത്തെ ആളോട് പറഞ്ഞു, ഹിസ് എ തീഫ്, എൻ്റെ ബാഗ് അതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവനെ ബ്ലോക്ക് ചെയ്തപ്പോൾ തന്നെ അവൻ പെട്ടെന്ന് ഓടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇന്ന ബാഗ് ഇതിൻ്റെ അകത്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്ന്. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് തന്നെ അവൻ അവിടെ നിന്ന് എസ്കേപ്പായി. നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ലെൻസ് കിട്ടി, പിന്നെ എൻ്റെ ആ ഫോണും കിട്ടി. ബാക്കിയുള്ള കുറച്ച് ചെറിയ ക്യാമറ ഐറ്റംസ് ഉണ്ടായിരുന്നു. ചെറിയ ട്രൈപോഡും സ്റ്റാൻഡും ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവൻ കൊണ്ടുപോയി. പിന്നെ എൻ്റെ റെയ്ബാൻ്റെ ഗ്ലാസ് ഉണ്ടായിരുന്നു, അതും പോയി. ഗ്ലാസിൻ്റെ കവറ് മെറ്റാ ഗ്ലാസ്. അപ്പോൾ അത് കവറില്ലാണ്ട് അത് ഉപയോഗിക്കാനും പറ്റില്ല, അപ്പോൾ അത് പോയി. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ആ ബാഗിലുണ്ടായിരുന്നു, അതൊക്കെ മിസ്സിങ് ആയിപ്പോയി. പിന്നെ ബാഗ് തിരിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ ബാഗിനാണെങ്കിൽ ഭയങ്കര നാറ്റം, ഭയങ്കര മണം. ഇവർ ഹോംലെസ് ആൾക്കാരാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണോ എന്താണോന്ന് അറിയില്ല, ഭയങ്കര മണം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആ ബാഗ് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാനും മടി. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെയുള്ളൊരു ഹോംലെസ്സിന് ആ ബാഗ് കൊടുത്തിട്ട് പോന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി ഇരുട്ടായി തുടങ്ങി. പിന്നെ എനിക്ക് അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ മുടി വെട്ടാനായിട്ട് അപ്പോയിൻമെൻറ്റ് ഞാൻ അതിൻ്റെ ഇടയിൽ എടുത്തായിരുന്നു. അപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്ത സ്ഥിതിക്ക് പോകണം, പോയില്ലെങ്കിൽ അതിന് ഞാൻ പൈസ കൊടുക്കണം. അപ്പോൾ ഞാൻ എന്തായാലും പോയി മുടി വെട്ടിയിട്ട് പോന്നു.
കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ രാത്രിയായാലും അവിടെ ഇരുന്ന് എടുത്തു. കാര്യം പോയതല്ലേ, നമ്മൾ ഫോൺ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ ഭയങ്കര പ്രതീക്ഷയിൽ പോയതാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. കുറേ കൂടി ബെറ്റർ ആക്കി എടുക്കണം എന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഫ്രണ്ടും വന്നായിരുന്നു. ഞാൻ അവനെ വിളിച്ചായിരുന്നു. അവൻ ഡൗൺ ടൗണിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാമറ പോയപ്പോൾ അവനെ വിളിച്ചപ്പോൾ അവനും വന്നു. പക്ഷെ അവൻ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇവനെ കണ്ടുപിടിച്ചു. എന്തോ ഭാഗ്യത്തിന് ബാഗ് കിട്ടി, ലെൻസും കിട്ടിയല്ലോ. ലെൻസാണ് എൻ്റെ അകത്ത് പൈസ കൂടുതലുള്ള സാധനം, പിന്നെ ഫോണും. എൻ്റെ മെയിൻ ക്യാമറ ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ക്യാമറ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല, ഒരു ലെൻസേ ഉണ്ടായിരുന്നുള്ളൂ. അത് തിരിച്ച് കിട്ടുകയും ചെയ്തു. സോ കുഴപ്പമില്ല, ചെറിയതായിട്ടൊരു നഷ്ടം വന്നു. എന്നാലും പെട്ടെന്ന് ഞാനങ്ങ് പാനിക്കായി. എന്തോ പെട്ടെന്ന് ഞാനങ്ങോട്ട് ഡൗൺ ആയി ആ സാധനം പോയപ്പോഴത്തേക്കും. പക്ഷെ കുഴപ്പമില്ല, ഇവിടുത്തെ ലൈഫിൽ ഇതൊക്കെ സംഭവിക്കുന്നതാണ്. എൻ്റെ വണ്ടി പണ്ട് ഇതുപോലെ ഒരുത്തന്നെ എടുത്തുകൊണ്ട് പോയതാണ്. വണ്ടി അടിച്ചിട്ട് പോയത്. വണ്ടി പിന്നെ പോലീസ് കണ്ടുപിടിച്ച് തന്നു. പക്ഷേ വണ്ടിയും തിരിച്ച് എൻ്റെ കയ്യിലേക്ക് കിട്ടിയില്ല. ഇൻഷുറൻസ് ക്ലെയിം ആയതുകൊണ്ട് അതും പോയി. സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാനിതൊന്നും പറയണമെന്ന് വിചാരിച്ചല്ല. പിന്നെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയോ അത് വന്നു. അവൻ എടുത്തുകൊണ്ട് പോണതും വന്നതുകൊണ്ട് നിങ്ങളെ കാണിച്ചു. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാനൊരു കംപ്ലീറ്റ് റിവ്യൂ ഇതിനെ പറ്റിയിട്ട് ചെയ്യാം, ഈ ഫോണിനെ പറ്റിയിട്ട്. ഡേ ഇൻ മൈ ലൈഫ് ഇപ്പോഴത്തെ കൊണ്ട് തീർന്നു. പിന്നത്തെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. ക്യാമറ പോയത് കണ്ടു, ഫോൺ യൂസ് ചെയ്യുന്നതൊക്കെ കണ്ടു. അത്രയൊക്കെ ഉള്ളൂ. സിമ്പിൾ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ്. കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചൊരു ഡേ. എങ്ങനെയോ അത് ക്യാമറയിൽ വന്നു, നിങ്ങളെ കാണിക്കാൻ പറ്റി. എനിക്ക് തോന്നിയായിരുന്നു അത് ഫുള്ള് ഫിലിം ചെയ്യായിരുന്നു എന്ന്. കാരണം എൻ്റെ കയ്യിൽ ഗ്ലാസ് ഉണ്ടായിരുന്നതുകൊണ്ട്, മെറ്റ ഗ്ലാസ് ഉണ്ടായിരുന്നതുകൊണ്ട് അത് ചെയ്യാമെന്ന് ഞാൻ ഓർത്തു. പിന്നെ എനിക്ക് ആ ഒരു മൊമെൻറ്റിൽ അതിനൊന്നുമുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബാക്കിയൊന്നും ഷൂട്ട് ചെയ്യാതിരുന്നത്. ഇല്ലായിരുന്നെങ്കിൽ അതും ഷൂട്ട് ചെയ്യായിരുന്നു. കാരണം ഞാനിത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളൊരു ഇതായിരുന്നു. അതിൻ്റെ ഇടയിൽ വ്ളോഗ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല. സോ ഇത്രയാണ് ഇന്നത്തെ ദിവസം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ഇപ്പോൾ ഇവിടെ കൊണ്ട് തീരുകയാണ്. ഇനി ഞാനൊരു കംപ്ലീറ്റ് റിവ്യൂ, ഈ ഒരു ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ സ്റ്റേ സേഫ്. സീ യു സൂൺ. ബൈ.